Hi friends, today I am here to discuss about qualitative credit control techniques. There are two types of credit control techniques. They are quantitative and qualitative. Quantitative credit control techniques are already discussed by Jesslyn. I am here to discuss about the next type, that is qualitative credit control techniques. This method is used by the central bank to regulate the flow of credit into particular directions of the economy. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ക്രെഡിറ്റിൻ്റെ ഫ്ലോയിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ടോട്ടൽ വോളിയൂം ഓഫ് ക്രെഡിറ്റിനെ ബാധിക്കുന്ന ഒന്നാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റിനെ മായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. Qualitative credit control techniques are also known as selective credit control measures. Qualitative credit control techniques പറയുന്ന മറ്റൊരു പേരാണ് selective credit control measures. These are adopted to divert the flow of credit from speculative and unproductive activities to productive and more urgent activities. ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ക്രെഡിറ്റിൻ്റെ ഫ്ലോയിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. അതായത് സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹക്കച്ചവടം, അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്കും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കും ക്രെഡിറ്റ് കൊടുക്കുന്നതിന് പകരം പ്രൊഡക്റ്റീവായിട്ടുള്ളതും കൂടുതൽ ആവശ്യം ആയിട്ടുള്ള ഏരിയയിലേക്ക് ക്രെഡിറ്റിൻ്റെ ഫ്ലോയിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക്. The power to use selective credit control has been given by Section 22 of the Banking Regulation Act 1949. RBI has adopted different types of credit control measures to restrict speculative and inflationary pressures. They are issuing of directives, regulation of margin requirements, differential rate of interest, restriction on clean advances, credit authorization scheme, credit liberalization to selected sectors, loan system for delivery of bank credit, moral suasion and credit rationing, direct action, control of foreign exchange operations. ഈ പറഞ്ഞ 10 മെഷേഴ്സ് RBI അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെഷേഴ്സാണ്. സ്പെക്കുലേറ്റീവും ഇൻഫ്ലേഷണറി പ്രഷറും ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ചിലപ്പം ചില കൺഫ്യൂഷൻസ് വരും. കാരണം എന്ന് വെച്ചാൽ നമ്പർ ഇട്ടേക്കുന്നതിൽ വ്യത്യാസമാണ്. ഇത് ഫുള്ളും ഈ 10 പോയിൻ്റാണ് RBI അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് കേട്ടോ. ഇനി നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. Issuing of directives. RBI is empowered to issue directives to any particular bank or banking system, and banks are bound to comply with the directives issued to them. The directives such as amount of credit, rate of interest, credit management, etc. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, RBI ആണ് നമ്മുടെ എപ്പെക്സ് ബാങ്ക്. RBI ആണ് മറ്റുള്ള ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും RBI ആണ്. അതുപോലെ തന്നെ ഈ RBI നൽകുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ചുമതല മറ്റു ബാങ്കുകൾക്കും ഉണ്ട്. RBI ഇങ്ങനെ ഡയറക്റ്റീവ്സ് നൽകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ലോൺ കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് RBI ഇങ്ങനെ മറ്റുള്ള ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും. നെക്സ്റ്റ് പോയിൻ്റാണ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഇറ്റ്സ് മാക്സിമം ലോൺ വാല്യൂ. മാർജിൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ, സെക്യൂരിറ്റീൻ്റെ മാർക്കറ്റ് വാല്യൂവും മാക്സിമം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസാണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടായിരിക്കും ക്രെഡിറ്റ് കിട്ടുക. അപ്പോൾ ആ സെക്യൂരിറ്റീൻ്റെ മാർക്കറ്റ് വാല്യൂവും പിന്നെ നമുക്ക് ആ സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ അതേ എമൗണ്ട് തന്നെ ക്രെഡിറ്റ് കിട്ടില്ല, അതിനേക്കാളും കുറച്ചൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പീസാന്ന് വെക്കുക. പിന്നെ നമുക്ക് ലോൺ കിട്ടുന്നത് 40 റുപ്പീസാന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ മാർജിനൽ റിക്വയർമെൻറ്റ് 60 ആണ്. അതായത് 100ൻ്റെയും 40ൻ്റെയും ഡിഫറൻസ് ആയ 60 ആണ് മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. മാർജിൻ റിക്വയർമെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മാർജിൻ റിക്വയർമെൻറ്റ് ഡിക്രീസ് ചെയ്യുമ്പം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യാറ്. ഇൻഫ്ലേഷൻ്റെയും ഡിഫ്ലേഷൻ്റെയും സമയത്ത് ക്രെഡിറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. As per this scheme, RBI prescribes a different rate of interest on the basis of purpose for which advances are granted by the commercial banks. Higher rate of interest is charged for advances granted for restricted uses, and lower rate is charged for other purposes like export trade, small scale industries, agricultural activities, etc. ഈ ഒരു സ്കീം പ്രകാരം RBI നമ്മൾ ലോൺ എടുക്കുന്നതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെ ഓരോ പർപ്പസ് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള യൂസസിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ പ്രയോറിറ്റി സെക്ടേഴ്സിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതെങ്കിൽ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുക. പ്രയോറിറ്റി സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എക്സ്പോർട്ട് ട്രേഡ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്, ഇതൊക്കെയാണ് പ്രയോറിറ്റി സെക്ടേഴ്സിലേക്ക് വരിക. റെസ്ട്രിക്ഷൻ ഓൺ ക്ലീൻ അഡ്വാൻസസ്. RBI can control the consumer credit by changing the amount that can be borrowed for the purchase of consumer durables and by changing the maximum period of installments. This method is intended to restrict speculative hoarding of essential commodities and to prevent anti-social use of credit. RBI രണ്ട് വിധത്തിലാണ് കൺസ്യൂമേഴ്സ് ക്രെഡിറ്റ് എടുക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാമതായി കൊടുക്കുന്ന എമൗണ്ടിൽ ചേഞ്ച് വരുത്തുന്നു. രണ്ടാമത് തിരിച്ചടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ ആ പീരീഡിൽ ചേഞ്ച് വരുത്തുന്നു. ഇങ്ങനെ ചേഞ്ച് വരുത്തുന്നതിൽ കൂടി ക്രെഡിറ്റ് എടുക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,000 രൂപ ക്രെഡിറ്റായിട്ട് നമ്മൾ എടുത്തു. ഇൻസ്റ്റാൾമെൻറ്റ് പീരീഡ് 10 മാസമാണ്. അപ്പോൾ ഓരോ മാസം 5,000 രൂപ വെച്ചാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് പീരീഡ് 5 മാസമായി കുറയ്ക്കുകയാണെങ്കിൽ ഓരോ മാസം ഈ 10,000 രൂപ വെച്ച് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഓരോ മാസം 10,000 രൂപ വെച്ച് അടയ്ക്കുമ്പോൾ അതൊരു ബേർഡനാണ്, ബാധ്യതയാണ്, കൂടുതൽ ബാധ്യത കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായകമാകുന്നു. അൺപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് പോവാതെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിന് ക്രെഡിറ്റ് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഷറാണ് ഇതൊക്കെ. ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം. ദിസ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1965. Under this scheme, the commercial banks are required to obtain RBI's authorization before granting any fresh credit of 1 crore to any single party. The limit was later enhanced to 4 crore in 1983 and 6 crore in 1986. This scheme was withdrawn in 1989. ഈ ഒരു സ്കീം ഇപ്പോൾ നിലവിലില്ലാത്തൊരു സ്കീമാണ്. ഈ ഒരു സ്കീമിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു സിംഗിൾ പാർട്ടിക്ക് 1 crore ക്രെഡിറ്റ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ RBIയുടെ ഓതറൈസേഷൻ വേണം. അവർ അപ്രൂവ് ചെയ്താലേ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 1 crore ഉള്ളത് 1983 ആയപ്പോഴേക്കും ആ ലിമിറ്റ് 4 crore ആയിട്ട് മാറി. 1986 ആയപ്പം 6 crore ആയിട്ട് മാറി. ഇപ്പോൾ ഈ ഒരു സ്കീം നിലവിൽ നിൽക്കുന്നതല്ല. നെക്സ്റ്റ് പോയിൻ്റാണ് ക്രെഡിറ്റ് ലിബറലൈസേഷൻ ഓഫ് സെലക്റ്റഡ് സെക്ടേഴ്സ്. Appropriate exemptions are granted to deserving borrowers from the selective requirements of credit control measures to avoid unnecessary hardships. ഡിസേർവിംഗ് ആയിട്ടുള്ള ബോറോവേഴ്സിന് കുറച്ച് അപ്രോപ്രിയേറ്റ് എക്സെംഷൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് അൺനെസസറി ആയിട്ടുള്ള ഹാർഡ്ഷിപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് എക്സെംഷൻസ് കൊടുക്കുന്നത്. For example, Food Corporation of India is exempted from the application of these directives.
Loan system for delivery of bank credit. It is introduced in 1995. Its objective is to bring about a discipline in the utilization of bank credit and to gain better control over the flow of credit. The directives are further revised in 1971. ഈ ഒരു മെഷറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കൊണ്ടുവരികയാണ്. ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെ യൂട്ടിലൈസേഷനിലും പിന്നെ ക്രെഡിറ്റിൻ്റെ ഫ്ലോയിലുമൊക്കെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണ് ഈ ഒരു മെഷറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Moral Suasion and Credit Rationing. Moral Suasion means the central bank pursuing request, informal suggestions and advices to the commercial bank. മോറൽ സോഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ബാങ്ക് മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളെ അനുനയിപ്പിക്കാനും പ്രേരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനെയാണ് മോറൽ സോഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ആർ നോ എലമെൻറ്റ് ഓഫ് കമ്പൽഷൻ. RBI ഒരിക്കലും കമ്പൽസറി ആയി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് ആവശ്യപ്പെടുന്നില്ല. Credit rationing means a ceiling on the amount of loans and advances fixed by central bank. ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങില്ലേ, അതേ ഒരു സെയിം അർത്ഥമാണ് ഇവിടെയും വരുന്നത്. RBI മറ്റുള്ള ബാങ്കുകൾക്ക് റേഷൻ ഒരു സീലിംഗ് വെച്ചിട്ടാണ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആക്ഷൻ. It means the step taken by the RBI that don't fulfill conditions and requirements. RBI may refuse to rediscount their papers or may give excess credit on higher rate of interest, etc. നമ്മൾ മുമ്പ് പറഞ്ഞൊരു പോയിൻ്റാണ് RBI മറ്റ് ബാങ്കുകളിനെ കൺട്രോൾ ചെയ്യും, വേണ്ട ഡയറക്ഷൻസൊക്കെ തരും എന്ന് പറഞ്ഞു. അതെന്തായാലും നിർബന്ധമായിട്ട് മറ്റ് ബാങ്കുകൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പാലിക്കാതിരിക്കുന്ന ബാങ്കുകൾക്കെതിരെ ഡയറക്റ്റ് ആക്ഷൻസ് എടുക്കാനുള്ള അധികാരം RBIക്ക് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. RBI പറയുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാത്ത ബാങ്കുകളിൽ ഇങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില ബാങ്കുകൾ റീഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലുകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ RBI അതൊക്കെ റെഫ്യൂസ് ചെയ്യും. ഇങ്ങനെ RBI പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതിരിക്കുന്ന ബാങ്കുകളാണെങ്കിൽ അവരിങ്ങനെ റീഡിസ്കൗണ്ട് ഒക്കെ ചെയ്യാൻ കൊടുക്കുമ്പോൾ അതൊക്കെ റെഫ്യൂസ് ചെയ്യും. പിന്നെ എക്സസ് ആയിട്ട് ക്രെഡിറ്റ് കൊടുത്തിട്ട് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേടിക്കും. അങ്ങനെയൊക്കെ ആക്ഷൻ RBI എടുക്കും. Control of foreign exchange operations. The central government authorized RBI to deal in foreign exchange. It has the responsibility to maintain the official rate of exchange. Besides maintaining stable exchange rate, it also acts as the custodian of foreign exchange reserves of the country. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. It is the one of the important central banking functions performed by RBI. The Reserve Bank does not deal in foreign exchange directly with the public. For this purpose, RBI has given license to certain scheduled commercial banks to deal in foreign exchange, and these are known as authorized dealers in foreign exchange. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്റ്റായിട്ട് പബ്ലിക്കായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യില്ല. അതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്ന കുറച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്. ലൈസൻസ് കൊടുത്ത് സെലക്ട് ചെയ്തതാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അവരാണ് പബ്ലിക്കായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പറയുന്ന ഒരു പേരാണ് ഓതറൈസ്ഡ് ഡീലേഴ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന്. താങ്ക് യു.